ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സമയം വൈകുന്നേരം 6 മണിയായി. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ട്രെയിനിൽ മസ്ജിദ് ജമയ്ക്കിൽ പോകണം. പോയിട്ട് തിരിച്ച് വരുമ്പോൾ മെട്രോ സ്റ്റേഷനിൽ ലൈവായിട്ട് വേഫർ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിക്കണം. അതിനെടുത്തിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് സ്റ്റേഷനിലേക്ക്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ആയുർവേദ കട പോലെ കുറേ പച്ചമരുന്നുകളൊക്കെ പോലത്തെ ഉള്ള ഒരു കടയാണ്. പച്ചമരുന്നല്ല, ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ പുറത്ത് ഓരോന്നൊക്കെ ഉണക്കാനൊക്കെ ഇട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആട്ടാ. ഇത് പിന്നെ കണ്ണടയുടെ ഷോപ്പ്, ചെരുപ്പൂത്തി, ഒരു ഫോണിൻ്റെ ഷോപ്പ്. പൂച്ച പിന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ റോട്ടിൽ കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഫ്രഷ് വെജിറ്റബിൾസ് ഇവിടെ എത്താറായിട്ടാ. ഫ്രഷ് വെജിറ്റബിൾസ് ചക്ക മധുരക്കിഴങ്ങൂട്ടാ. ഇനി ടിക്കറ്റ് എടുക്കണം. ഈ ഇണ്ടിട്ട് വെച്ചേക്കുന്ന നോട്ടൊന്നും ഇവിടെ എലൗഡ് അല്ല കേട്ടോ. അതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ കോയിൻ കിട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ട്രെയിൻ സർവീസ് ഭയങ്കര കംഫർട്ടബിളും ഫാസ്റ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൂറിസ്റ്റുകളും പിന്നെ ഡെയിലി ജോലിക്ക് പോകുന്നവരൊക്കെ ചൂസ് ചെയ്യുക ഈ മെട്രോ തന്നെയാണ് കേട്ടോ. അങ്ങനെ ട്രെയിനിൽ ഇപ്പോൾ രാത്രിയായി. അടുത്ത സ്റ്റോപ്പാണ് മസ്ജിദ് ജമൈക്ക. അവിടെയാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ അവിടെ എത്തി ഇറങ്ങിയിട്ട് നടക്കുക കേട്ടോ. ഈ മസ്ജിദ് ജമൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോലലംപൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്കിൽ ഒന്നാട്ടാ. പിന്നെ ഞാൻ ഇവിടെ വലിയ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു രാത്രിയായപ്പോൾ. അപ്പോൾ ഞാൻ തിരിച്ച് തന്നെ പോവാണ്. പിന്നെ ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവണോണ്ട് ഞാൻ പിന്നെ അവിടെ ഒന്നും കാണിച്ചില്ല, ഇരുട്ടായതുകൊണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ചു പോവാട്ടാ. അങ്ങനെ ഞാൻ തിരിച്ചു പോകാനുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടുള്ള ആകെയുള്ളൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈവായിട്ടുള്ള വേഫർ കേക്ക് കഴിക്കണം. അപ്പോൾ അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിനിൽ കയറി അവിടെ എത്തി. ഇനിയാണ് വേഫർ കേക്ക് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് എത്രയോ ദൂരത്തേക്ക് ഇങ്ങനെ നമ്മുടെ മൂക്കിലോട്ട് വരും കേട്ടോ. അത്രയും നമുക്കപ്പോൾ അങ്ങനെ എന്താ പറയുക, അത്രയും ടേസ്റ്റും ക്രിസ്പിയാണ് ഈ സാധനം. ഇതിൽ എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂബെറിയാണ്. പക്ഷെ അന്ന് ഞാൻ ബ്ലൂബെറി അല്ല വാങ്ങിച്ചത്,
ഞാൻ ചോക്ലേറ്റ് ആട്ടോ ട്രൈ ചെയ്ത്. പീനട്ട് ബട്ടർ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, പിന്നെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ചോക്ലേറ്റ് ആണെന്ന് വാങ്ങിച്ചത്. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ ഒരു ക്രിസ്പി ടെക്സ്ചറും പിന്നെ ഭയങ്കര എന്താ പറയുക ഓവർ സ്വീറ്റുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. എന്താ പറയുക, ഇതിൻ്റെ ടേസ്റ്റ് ഇത് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ, അത്രയും ടേസ്റ്റാണ്. Tadi apa? Coklat. Coklat saja? Coklat. Coklat tu. Coklat ni? Lalu coklat. Saya ambil coklat dulu. Mana tu ada coklat? Coklat tu ada. Berapa? Satu. പീനട്ട് ബട്ടർ ഇത് നമ്മുടെ നാട്ടിലൊരു കുഴിയപ്പം പോലത്തെ സാധനം കേട്ടോ. അതിന് 10 രൂപയാണ്, ഒരെണ്ണമായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ വാങ്ങിച്ചില്ല. അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ചു പോട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ മോമോസൊക്കെ വിൽക്കുന്നൊരു കട ഉണ്ട്, പക്ഷെ അത് ഹലാലല്ല കേട്ടോ. അതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പോകുമ്പോഴും ഇതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.